ഇന്ത്യ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ബി.ജെ.പി. ഭരണം വന്നതിന് ശേഷം അവർ പിന്നെ ഈ പ്രധാനമന്ത്രി മോഡിയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ വിശ്വഗുരുവാണ്. ഇന്ത്യ വിശ്വഗുരുവാണ്. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ വളരെ വലുതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വം ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ നിലപാട്, ഇത്തരം നിലപാടുകളിൽ എന്താ? പ്രത്യേകിച്ച് നമ്മൾ ഇറാൻ്റെ കാര്യത്തിൽ, ഇറാൻ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് 1947 മുൻപ് ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽരാജ്യമാണ്. നമ്മുടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ത്യയും ഇറാനും തമ്മിൽ ചരിത്രകാലം മുതൽ തന്നെ വളരെ അടുത്ത സാംസ്കാരിക ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അങ്ങനെയുള്ളൊരു രാജ്യം നമ്മുടെ ബ്രിക്സിൽ അംഗമാണ്. നമ്മുടെ ഇന്ത്യ നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന ബ്രിക്സിലെ അംഗമാണ് ഇറാൻ. ഇന്ത്യ ഏറ്റവും അധികം എണ്ണ വാങ്ങിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെതിരായ ആക്രമണം നടക്കുമ്പോൾ, നമ്മുടെ തൊട്ടയലത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം നടക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ ഭരണാധികാരി, വിശ്വഗുരു എന്ന് പറയുന്ന ഭരണാധികാരി ചെയ്യേണ്ടത് എന്താ? ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ഭരണകൂടമായിട്ട് മാറണം. അങ്ങനെ ശബ്ദമുയർത്തുന്ന ഭരണകൂടമാണോ നമ്മുടെ ഭരണകൂടമെന്ന് 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറാൻ കഴിഞ്ഞാൽ പിന്നെ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് വെനസ്വേല. വെനസ്വേലയിലെ ഭരണാധികാരിയെ ജനുവരി 3-ാം തീയതി അമേരിക്ക ചെന്ന് അവരുടെ പട്ടാളത്തെ അയച്ച് പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ? നമ്മൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞങ്ങൾ ഈ വെനസ്വേലയുടെ ജനങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞു. വെനസ്വേലയുടെ ജനങ്ങളോടൊപ്പം നമ്മൾ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? വെനസ്വേലയുടെ ഒരു ഭരണാധികാരിയെ, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ യാതൊരുവിധ കാരണവുമില്ലാതെ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ പറയേണ്ടതല്ലേ, ഇത് അമേരിക്ക ഈ ഒരു എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിക്കുന്ന നടപടിയാണിത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന, നമ്മൾ പറയുമല്ലോ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ഈ 3-ാം ലോക രാജ്യങ്ങളാണ്. 3-ാം ലോക രാജ്യങ്ങളുടെ ഒന്നാണ് വെനസ്വേല, 3-ാം ലോക രാജ്യങ്ങളുടെ ഒന്നാണ് ഇറാൻ. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നടത്തുന്ന അമേരിക്കയുടെ കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്യേണ്ട 3-ാം ലോക രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണെന്ന് നമ്മൾ നിരന്തരം അവകാശപ്പെടുക. അങ്ങനെ അവകാശപ്പെടുന്ന രാജ്യം ചെയ്യേണ്ടതല്ലേ ഇത്? എന്നാൽ എന്താ ചെയ്തത്? വെനസ്വേലയുടെ കാര്യത്തിൽ നമ്മൾ ശബ്ദിച്ചോ? മിണ്ടിയില്ല. ഇവിടെയും നമ്മൾ മിണ്ടിയില്ല. അതായത് ഒരു ഭരണാധികാരി, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്വതന്ത്രമായ ഒരു രാഷ്ട്രം, ഒരു റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യം, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ ചെയ്തത്. വെനസ്വേലയിൽ ചെയ്തതിനേക്കാൾ അപകടകരമായ കാര്യം ചെയ്തത്. ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നടത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മളെന്താ, 3-ാം ലോക രാജ്യത്തിൻ്റെ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ്. ഇറാൻ ബ്രിക്സിലെ അംഗമാണ്. നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. നമ്മൾ അവിടുന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ്. എണ്ണ ഇറക്കുമതി എപ്പോഴാണ് നിർത്തിയത്? അമേരിക്ക നമ്മുടെ നേരെ കണ്ണുരുട്ടി, നിങ്ങൾ എണ്ണ വാങ്ങിക്കരുത്, നമ്മൾ നിർത്തി. വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നു, അമേരിക്ക നമ്മുടെ നേരെ കണ്ണുരുട്ടി, അത് നമ്മൾ നിർത്തി. റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നു, അമേരിക്ക കണ്ണുരുട്ടി, നമ്മൾ നിർത്തി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ വൃന്ദാക്കാരായിട്ട് സൂചിപ്പിച്ചതുപോലെ അമേരിക്ക കണ്ണുരുട്ടിയാൽ മിണ്ടാതെ പാവയായി നിൽക്കുന്ന ഒരു ഭരണകൂടം. 91 തവണ പറഞ്ഞല്ലോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണെന്ന്. 91 തവണ പിന്നെ ട്രംപ് പറഞ്ഞു. നമ്മൾ ഒരു തവണയെങ്കിലും പറഞ്ഞോ, മിസ്റ്റർ ട്രംപ്, നിങ്ങളല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പറയാനുള്ള ധീരത? നമ്മൾ പറയുമല്ലോ ഈ 56 ഇഞ്ച് നെഞ്ചളവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം പറയുന്നുണ്ട്. അങ്ങനെയുള്ള നെഞ്ചളവുള്ള ഒരു ഭരണാധികാരി കാണിക്കേണ്ടതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി നമുക്ക് ഇന്ത്യ അമേരിക്ക കരാറിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇന്ത്യ അമേരിക്ക കരാറിൽ അധികം ചർച്ച പോയൊരു കാര്യമുണ്ട്. ഈ അമേരിക്കയുടെ മേധാവിത്വത്തിന് നമ്മൾ മുട്ടുമടക്കിയതാണത്. ഈ ഇക്കണോമിക് സെക്യൂരിറ്റി അലൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സാമ്പത്തികമായ സുരക്ഷാ സഖ്യം എന്നാണ് അതിൻ്റെ പേര്. എന്താ അതിനകത്തുള്ളത് അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും നടപടി ചൈനയ്ക്കെതിരായോ റഷ്യക്കെതിരായോ എടുത്താൽ അതിന് സമാനമായ നടപടി ഇന്ത്യയും എടുക്കണം. അങ്ങനെയാണ് കരാറ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ പരമാധികാരത്തെ അമേരിക്കയുടെ കാൽപാദത്തിൽ അടിയറ വെച്ച ഭരണാധികാരി എന്നുള്ള പേരിലായിരിക്കും മോഡി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുക. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.